ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ അല്ലാതെ ഉള്ള മറ്റുള്ള രാജ്യം ഇത് ഇതൊക്കെ നമ്മളുടെ നോക്കിയിട്ടുള്ളൂ. ഇതിപ്പോ നമ്മൾ പത്തനംതിട്ടയിലെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ മീൻ കച്ചവടം നടത്തി പൊളിഞ്ഞ പത്തനംതിട്ടയിലെ കഥയാണ് ഞാൻ പറയുന്നത്. 5% പോലും ഇല്ല അവിടെ മുസ്ലിങ്ങൾ. അപ്പോൾ ഈ 5% ഇല്ലാത്ത മുസ്ലിങ്ങൾ ബാക്കിയുള്ള 5 ഉണ്ടെന്ന് തന്നെ പക്ഷേ കൂട്ടുക. ഇത് ബാക്കി ഓക്കെ, ഓക്കെ. 95% ഉള്ള ആളുകൾ ഉള്ള സ്ഥലത്ത് മുസ്ലിം ആയിട്ടുള്ള ആളുകളും നിങ്ങളും കൂടി ഒരു കച്ചവടം മീൻ കച്ചവടം ഈ 5% മുസ്ലിങ്ങൾ എത്ര പേര് മീൻ കച്ചവടത്തിന് ഇറങ്ങും? അത് നിങ്ങളെന്ന് പറയും. 5% മുസ്ലിങ്ങൾ മീൻ കച്ചവടം നടത്തി തന്നെ കൂട്ടുക. ഓക്കെ. എന്നിട്ട് പക്ഷെ നമ്മൾ മറ്റൊരു ബാക്കിയുള്ള ആളുകളും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളും 5% പേര് മീൻ കച്ചവടം നടത്തി വിചാരിക്കാം. അപ്പോൾ ബാക്കിയുള്ള 90% ആളുകൾ അവർ മുഴുവൻ മീൻ വാങ്ങുന്നത് ഈ മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണെന്നാണോ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്? ഇല്ല, നമുക്ക് അവിടെ ഇങ്ങനെ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. എന്താ പറ്റാത്തത്? അപ്പോൾ നിങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ഏത് ജില്ലയിലാണ്? ഏത് പഞ്ചായത്തിലാണ്? ഞങ്ങൾ കോന്നിയിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എത്ര? അത് നമ്മൾ കോന്നി ജനസംഖ്യയുടെ 50% മുസ്ലിങ്ങളാണ്. നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. അതെ, കോന്നി പഞ്ചായത്തിൽ അവിടെ 50% മുസ്ലിങ്ങളാണ്. 50 ഇല്ല, 50 ഇല്ല, ഒരു 35% മുസ്ലിങ്ങളാണ്. നമുക്കൊന്ന് പരിശോധിച്ച് നോക്കണമല്ലോ അങ്ങനെയാണെങ്കിൽ. കോന്നി അല്ലേ? കോന്നി മുസ്ലിം പോപ്പുലേഷൻ നിങ്ങൾ കറക്റ്റാണോ പറയുന്നത്? അപ്പോൾ കോന്നിയിൽ മാത്രമാണോ നമുക്ക് അവിടെ മീൻ കച്ചവടം വിജയിക്കാത്തുള്ളത്? അല്ലല്ല, കോന്നി എന്ന് പറയുന്ന ഒരു മണ്ഡലമാണ്. അതെ, അത് മനസ്സിലായി. അതിൽ എത്ര പെർസെന്റേജ് മുസ്ലിങ്ങൾ ഉണ്ടാവും? അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല സാറേ. അതൊക്കെ നോക്കണ്ടേ? ഇത് മുസ്ലിം വോട്ടേഴ്സിന് കോന്നി വോട്ടേഴ്സിന്റെ കണക്ക് മാത്രം നമുക്ക് എടുക്കാം. ഇത് ഒരു കണക്ക് ഇതിൽ പറയുന്നതാണ്. മുസ്ലിം വോട്ടേഴ്സ് അപ്രോക്സിമേറ്റ്ലി 7.1%, 7.1%. ക്രിസ്ത്യൻസ് 23.4%, ഹിന്ദുക്കൾ 69.5%. ഈ 7.7% മുസ്ലിങ്ങൾ കൂടിയാണോ നിങ്ങൾ ഈ മീൻ കച്ചവടം പൂട്ടിച്ചത്? അപ്പോൾ അവിടെ ബാക്കിയുള്ള ഈ പറയുന്ന ആളുകൾ മുഴുവൻ, അതായത് ബഹുഭൂരിപക്ഷം 69, അതായത് 70, അതായത് 73% ആളുകളും, സോറി 73 അല്ല 93% ആളുകളും നിങ്ങളെ തോപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മീൻ മാത്രം വാങ്ങിച്ചതാണോ നിങ്ങൾ പറയുന്നത്? അല്ലല്ല, അങ്ങനെയല്ലേ പറഞ്ഞേ. നമുക്ക് നിങ്ങൾ കച്ചവടം പൂട്ടിയത് സ്പേസ് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ കച്ചവടം എങ്ങനെ പൂട്ടിയെന്ന് പറയാം? എനിക്ക് 2 വട്ടം എടുത്തു. ഞാൻ ഇപ്പൊ ഞാൻ ഒരു 5000 രൂപയ്ക്ക് മീൻ എടുത്തു കഴിഞ്ഞാൽ എനിക്കത് 6000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അതേസമയം എന്റെ ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ, മനസ്സിലായോ? എന്റെ ഫ്രണ്ട് അത് എടുത്തു പോയാണെങ്കിൽ അവന് 8 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്റെ വണ്ടിക്കൂലി അതുപോലെ എന്റെ നഷ്ടം വരുന്നുണ്ട്. അത് നമുക്ക് അവിടെ അങ്ങനെ കിട്ടത്തുള്ളൂ. ശരി, അപ്പൊ നിങ്ങൾക്ക് വിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചീഞ്ഞ മീനും അല്ലാത്ത മീനും നോക്കി വാങ്ങിക്കാം. അവിടെ അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചീഞ്ഞ മീൻ നമ്മുടെ ബിസിനസ് ഇതാക്കാൻ പറ്റുന്നില്ല. നമ്മൾ പനൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമോ? അതാ ഞാൻ ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് ചീഞ്ഞ മീൻ വിറ്റപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ചോണ്ട് വന്ന് നിങ്ങൾ അത് വിൽക്കാൻ നോക്കി? പിന്നെ നമുക്ക് നാളെ ബിസിനസ് ഇല്ലയോ? നമുക്ക് നാളെ എന്തെങ്കിലും വേണ്ടായോ? അല്ല ഇന്നുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കച്ചവടം അതാണ് ഡോക്ടറെ പറഞ്ഞത്. നമ്മളിപ്പം 5000 രൂപയ്ക്ക് സാധനം എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു 8000 രൂപയ്ക്ക് വിൽക്കണം. എന്തുകൊണ്ട് വിൽക്കാൻ പറ്റുന്നില്ല അത് പറയൂ. ഇതാ പറഞ്ഞത്. നമ്മളവിടെ ചെന്ന് നമുക്ക് പന്ന സാധനം കിട്ടും, വിലയും കൂടുതലായിരിക്കും. പന്ന സാധനവും കിട്ടും, വിലയും കൂടുതലായിരിക്കും. ഈ പന്ന സാധനം തരുമ്പോൾ അത് പന്ന സാധനമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലേ?